മാവേലിക്കരയിൽ 6 വയസ്സുകാരി നക്ഷത്രയെ കോടാലി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അച്ഛൻ ശ്രീ മഹേഷ് ട്രെയിനിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു. ശാസ്താംകോട്ടയിൽ വെച്ച് കോടതി നടപടികൾക്കായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകവെയാണ് ട്രെയിനിൽ നിന്നും ഇയാൾ എടുത്തു ചാടിയത്. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നുണ്ട്. നിഷ, നിലവിൽ ഇപ്പോൾ ഇയാളുടെ മൃതദേഹം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, ആലപ്പുഴ കോടതിയിൽ ഈ നക്ഷത്രയുടെ കൊലക്കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കായി കൊണ്ടുവന്ന് തിരിച്ച് തിരുവനന്തപുരത്തെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി ട്രെയിനിൽ വെച്ചാണ് ഈ ശ്രീ മഹേഷ് എന്ന് പറയുന്ന പ്രതി ചാടിയത്. ശാസ്താംകോട്ടയ്ക്ക് അടുത്ത് വെച്ച് ട്രെയിനിൽ നിന്നും ചാടി ഇയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. നക്ഷത്ര കൊലക്കേസിന്റെ വിചാരണ നടപടികൾ ഈ ജനുവരി 16 ആരംഭിക്കാനിരിക്കെ ഇന്ന് പ്രതിയെ ആലപ്പുഴ കോടതിയിൽ എത്തിച്ച് ആ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളാണ് ഇന്ന് നടന്നത്. ഈ കുറ്റപത്രം വായിച്ച് കേട്ട ശേഷം താൻ ഈ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് പ്രതി കോടതിയിൽ പറയുകയുണ്ടായി. ഈ പ്രോസിക്യൂട്ടർ കുറ്റപത്രത്തിൽ എഴുതിയ കാര്യങ്ങളെല്ലാം പ്രതിയെ വായിച്ച് കേൾപ്പിച്ചു. എന്നാൽ ഈ ശ്രീ മഹേഷ് കുറ്റം നിഷേധിക്കുകയാണ് ഉണ്ടായത്. കുറ്റം നിഷേധിച്ചുകൊണ്ട് ശ്രീ മഹേഷ് കോടതിയിൽ നിഷേധിച്ചു. തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ശ്രീ മഹേഷിനെ ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഏതാണ്ട് 3 മണിക്ക് ശേഷമാണ് ശാസ്താംകോട്ടയ്ക്ക് അടുത്ത് വെച്ച് ഇയാൾ ട്രെയിനിൽ നിന്ന് ചാടിയത്. ഈ കേസിന്റെ വിചാരണ നടപടികൾ ആലപ്പുഴ കോടതിയിലാണ് നടക്കുന്നത്. നക്ഷത്ര കൊലക്കേസിൽ മാത്രമല്ല, ഈ നക്ഷത്രയുടെ അമ്മ, അതായത് ശ്രീ മഹേഷിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തിരുന്നു. ഈ ഒരു ആത്മഹത്യയിലും ശ്രീ മഹേഷിന്റെ ഭാര്യയുടെ ആത്മഹത്യയിലും ശ്രീ മഹേഷിനെതിരെ ഭാര്യയുടെ വീട്ടുകാർ പരാതി നൽകിയിരുന്നു. ഈ കേസും നിലവിലുണ്ട്. ഇതിന്റെ എല്ലാം വിചാരണ നടപടികളിലേക്കൊക്കെ കോടതി കടക്കുന്ന സമയത്താണ് ഈ നക്ഷത്ര കൊലക്കേസിലെ പ്രതിയായ ശ്രീ മഹേഷ് ഇന്ന് ഉച്ചയോടുകൂടി ട്രെയിനിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ശ്രീ മഹേഷിന്റെ മൃതദേഹം കൊല്ലത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന്റെ ഇനി എന്താണ് നടപടിക്രമങ്ങളെന്ന് ഈ മൃതദേഹത്തിന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കുകയുള്ളൂ. എന്തായാലും മൃതദേഹം ഇപ്പോൾ കൊല്ലത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വ്യക്തമാണ്. നിഷയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.